നമസ്കാരം. ഇന്ന് ഞാനൊരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു കുക്കറിൽ 2 ഉരുളക്കിഴങ്ങും കുറച്ച് ചിക്കൻ പീസും ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് റസ്ക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ബ്രെഡിൻ്റെ പൊടിയാലും സാരമില്ല, ഞാൻ റസ്ക്കാണ് പൊടിക്കുന്നത്. അത് പൊടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് ഉള്ളി, സവാള കൊത്തിയരിഞ്ഞ് വെട്ടതും, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയിലയിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് വെക്കാം. ഇതെൻ്റെ മകളാണ് ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ മകളാണ് ചെയ്യുന്നത്. അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി അതിൻ്റെ മൂടിയൊക്കെ എടുത്ത് 2 ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി വെന്തിട്ടുണ്ട്. ആ ചിക്കൻ എടുത്ത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതും ഈ ഉള്ളി ചതച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് ഇപ്പോൾ ചിക്കൻ കൂടി ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് പിസ്സ സീസണാണ്, അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. കുറച്ച് അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി 2 മുട്ട വേണം, അതൊരു പാത്രത്തിൽ അടിച്ചു വെക്കാം. ഇനി ഈ ചിക്കനും ഉള്ളിയെല്ലാം ക്രഷ് ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് 2 ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ അടിച്ചു വെക്കാം. കട്ടകളില്ലാണ്ട് ഉടച്ച് വെക്കണം. കട്ടകളുണ്ടായാൽ ഉരുട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്. ഇനി എല്ലാം കുറച്ച് കയ്യിൽ കുറച്ച് എണ്ണയാക്കി ഒന്ന് എല്ലാം ഉരുട്ടി വെക്കുന്നുണ്ട്. അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. റസ്ക് പൊടിയിലിട്ട് ഒന്ന് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എയർ ഫ്രൈയിലാണ് വെക്കുന്നത്. അവൾ വാങ്ങിയ പുതിയ എയർ ഫ്രൈ ആണ്. അതിലേക്ക് ഓരോന്നായിട്ട് വെച്ചിട്ട് സമയം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം ആയതിനു ശേഷം തിരിച്ചിട്ട് കുറച്ച് എണ്ണ, ഒലീവ് ഓയിൽ അതിൻ്റെ മുകളിലാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതാണ് ഫിലിപ്സിൻ്റെ എയർ ഫ്രൈ. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും ആയിട്ടുണ്ട്. കട്ട്ലേറ്റ് അതിലേക്ക് വെക്കുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ആളൊന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. 2 സ്റ്റെപ്പായിട്ടാണ് വെക്കുന്നത്. അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.